ശരിക്കും 1.5 മീറ്റർ തുണി തന്നെയാണിത്. പക്ഷേ വീതി നീളം എല്ലാം 1.5 മീറ്റർ ആയിരുന്നു. ഷർട്ട് പീസിന് വേണ്ടി എടുത്തിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു ഇത്. ഇതുകൊണ്ട് ടോപ്പ് അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ചാൽ മതി എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണിത്. അങ്ങനെ തുണി 4ആയി മടക്കിയിട്ട് അളവ് ടോപ്പ് തുണിയുടെ മുകളിൽ കറക്റ്റായി വെച്ച് 1.5 ഇഞ്ച് വിട്ട് വരച്ചെടുത്തു. എന്നിട്ട് അളവ് ടോപ്പ് മാറ്റി വെച്ച് കട്ട് ചെയ്തെടുത്തു. ഇനി കൈക്കുള്ളത് വെട്ടാൻ നോക്കിയപ്പോൾ ഇറക്കം 13 ഇഞ്ച് ആയിരുന്നു. അപ്പോൾ കൈ വെട്ടിമാറ്റി ബാക്കി വരുന്ന പീസ് കൈയിൻ്റെ അറ്റത്തായി ജോയിൻ ചെയ്തു ഇതുപോലെ വെച്ച് കൊടുത്തു. അങ്ങനെ 15 ഇഞ്ച് ഇറക്കം കിട്ടിയിട്ടുണ്ട്. കൈ സെറ്റായി. ഇനി ടോപ്പ് അടിച്ച് തുടങ്ങാം. ആദ്യം നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ നിന്നും ബാലൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അടുത്തുള്ള വെട്ട് കഷ്ണത്തിൽ നിന്നാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ഭാഗം ടോപ്പിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തു. കൈ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി തയ്ച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിൻ്റെ ചീത്തവശം ഇതുപോലെ നിവർത്തിയിട്ട് അളവ് ടോപ്പ് വെച്ച് കറക്റ്റായിട്ട് അരികിലൂടെ വരച്ചെടുത്തു. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇപ്പോൾ അളവെല്ലാം കറക്റ്റായിട്ടുണ്ട്. സ്ലിറ്റെല്ലാം വൃത്തിയിലും കിട്ടിയിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ അടിഭാഗം കറക്റ്റായി വെച്ച് അറ്റത്ത് ആയിട്ടൊന്ന് ചെറുതായി വളച്ച് കട്ട് ചെയ്തെടുത്തു. മടക്കി അടിച്ചു കൊടുത്തു. ഇപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് നെക്കിൻ്റെ ഭാഗത്ത് ക്യാൻവാസ് എമിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ.